നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്ഫടികം എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ച നടി ആര്? ഉർവശി, പാർവതി, ശോഭന, കാർത്തിക. മോഹൻലാലിന്റെ നായിക ഉർവശിയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, സസ്യങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത്? എൻഡോസ്പേം, ഫോസിൽ, ബോൺസായി, സിറോഫൈറ്റ്സ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബോൺസായി ആണ്. മൂന്നാമത്തെ ചോദ്യം, ഹരിത വിപ്ലവം ആദ്യം പ്രാവർത്തികമാക്കിയത് ഏത് രാജ്യക്കാരാണ്? അമേരിക്ക, ജപ്പാൻ, മെക്സിക്കോ, ജർമ്മനി. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മെക്സിക്കോയാണ്. അടുത്തതായി നാലാമത്തെ ചോദ്യം നോക്കാം. ഏറ്റവും വലിയ ഔഷധി ഏത്? ആര്യവേപ്പ്, തുളസി, വാഴ, കൂർക്ക. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വാഴയാകുന്നു. അഞ്ചാമത്തെ ചോദ്യം, തെങ്ങിൻ്റെ കൂമ്പ് ചീയലിന് കാരണമാകുന്ന രോഗാണു ഏത്? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, ഇവയൊന്നുമല്ല. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഫംഗസ് ആണ്. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ഏത്? മാവ്, ആഞ്ഞിലി, തേക്ക്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആഞ്ഞിലിയാണ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? കേരളം, പഞ്ചാബ്, ഹരിയാന, സിക്കിം. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. അടുത്തതായി എട്ടാമത്തെ ചോദ്യം, പാവങ്ങളുടെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? തക്കാളി, ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ തക്കാളിയാകുന്നു. ഒമ്പതാമത്തെ ചോദ്യം, കൃത്രിമ പരാഗണം നടത്തേണ്ടി വരുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? വാനില, ഏലം, ഗ്രാമ്പു, കുരുമുളക്. ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാനില. പത്താമത്തെ ചോദ്യം നോക്കാം. കരോട്ടിൻ്റെ നിറം ഏത്? പത്താമത്തെ ചോദ്യം, കരോട്ടിൻ്റെ നിറമേത്? മഞ്ഞ, വെള്ള, ചുവപ്പ്, നീല. പത്താമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ മഞ്ഞ. 11ാമത്തെ ചോദ്യം, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡെറാഡൂൺ, പൂനെ, ഡൽഹി, മുംബൈ. 11ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഡെറാഡൂൺ ആവുന്നു. 12ാമത്തെ ചോദ്യം, അസ്ഥികൂടമില്ലാത്ത ജന്തു ഏത്? ഓപ്ഷൻസ് നോക്കാം. നക്ഷത്രമീൻ, സാമ്പാർ, ജെല്ലി ഫിഷ്, ഡൈനോസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജെല്ലി ഫിഷ് ആണ്. 13ാമത്തെ ചോദ്യം, മഹാകവി കുമാരനാശാൻ ബോട്ട് അപകടത്തിൽ മരിച്ച സ്ഥലം ഏതാണ്? കുട്ടനാട്, കുമരകോടി, അമ്പലപ്പുഴ, കാർത്തികപ്പള്ളി. ഓപ്ഷൻ ബി കുമരകോടിയാണ്. 14ാമത്തെ ചോദ്യം, ഏത് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? പുന്നപ്ര കായൽ, വേമ്പനാട്ടു കായൽ, പുന്നമടക്കായൽ, ചാലക്കുടി കായൽ. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പുന്നപ്ര കായലാണ്. 15ാമത്തെ ചോദ്യം നോക്കാം. ഏറ്റവും വലിയ കേരളീയ സാഹിത്യ ചരിത്രം രചിച്ച മഹാകവി ആര്? വൈലോപ്പിള്ളി, ചെറുശ്ശേരി, ഉള്ളൂർ, വള്ളത്തോൾ. 15ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഉള്ളൂറാണ്. 16ാമത്തെ ചോദ്യം, ക്ഷീര സഹകരണത്തിന് പേരുകേട്ട സംസ്ഥാനം ഏത്? കേരളം, തമിഴ്നാട്, ഗുജറാത്ത്, ആസാം. 16ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗുജറാത്താണ്. 17ാമത്തെ ചോദ്യം നോക്കാം. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻസ് ജർമ്മനി, ടോക്കിയോ, ഫിലിപ്പൈൻസ്, വാഷിങ്ടൺ. 17ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വാഷിങ്ടൺ ആണ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യൻ കറൻസി നിർമ്മിക്കാനുള്ള കടലാസ് നിർമ്മിക്കുന്നത് എവിടെ? ഹോംഷംഗാബാദിൽ, ആഗ്ര, ന്യൂഡൽഹി, പാട്ന.
18ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹോഷംഗാബാദിലാണ്. 19ാമത്തെ ചോദ്യം നോക്കാം. ഏറ്റവും അധികം നികുതിദായകരുള്ള പട്ടണം എന്നറിയപ്പെടുന്നത്? കൊച്ചി, കൊൽക്കത്ത, എറണാകുളം, ബാംഗ്ലൂർ. 19ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്തയാണ്. 20ാമത്തെ ചോദ്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഹരി വിപണി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ടോക്കിയോ, മെക്സിക്കോ, സ്വീഡൻ, കാലിഫോർണിയ. 20ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ടോക്കിയോ ആണ്. 21ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും പ്രധാന ഇറക്കുമതി ഇനം ഏത്? സിമൻറ്റ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പോളിത്തീൻ ഇവയൊന്നുമല്ല. 21ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം 21ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും പ്രധാന ഇറക്കുമതി ഇനം ഏത്? സിമൻറ്റ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പോളിത്തീൻ ഇവയൊന്നുമല്ല. ഇന്ത്യയുടെ ഏറ്റവും പ്രധാന ഇറക്കുമതി ഇനമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. 22ാമത്തെ ചോദ്യം. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ അംബേദ്കർ, രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗാന്ധിജി. 22ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ്. 23ാമത്തെ ചോദ്യം. ശകവർഷത്തിൻ്റെ സ്ഥാപകൻ ആര്? കനിഷ്കൻ, ചരകൻ, ചന്ദ്രഗുപ്തൻ, ശുശ്രുതൻ. 23ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ കനിഷ്കനാണ്. 24ാമത്തെ ചോദ്യം നോക്കാം. ക്രിസ്ത്യൻ പ്രാർത്ഥന ഗീതത്തിൻ്റെ രചയിതാവ് ആര്? ഗ്രിഗറിയാൻ, ലിയോ പോപ്പ്, ഫിലിപ്പ്, പാലസ്റ്റീന. 24ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആകുന്നു. 25ാമത്തെ ചോദ്യം നോക്കാം. മുഹമ്മദ് നബിയെ ആദരസൂചകമായി വിളിച്ചു പോന്നിരുന്ന പേരെന്ത്? മുഹമ്മദ് ബിൽ, അൽ അമീൻ, അജ്നബി, അള്ളാഹു. 25ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അൽ അമീൻ എന്നാകുന്നു. 26ാമത്തെ ചോദ്യം നോക്കാം. ഏത് രാജ്യമാണ് ക്രിസ്തു മതത്തെ രാഷ്ട്രമതമായി അംഗീകരിച്ചത്? ഇസ്രായേൽ, പാരീസ്, റോം, വത്തിക്കാൻ. 26ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആകുന്നു. 27ാമത്തെ ചോദ്യം നോക്കാം. ചക്രവർത്തി രാഷ്ട്രതലവനായുള്ള ലോകത്തെ ഒരേ ഒരു രാജ്യം ഏത്? ജപ്പാൻ, ഇംഗ്ലണ്ട്, കാനഡ, സൗദി അറേബ്യ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 28ാമത്തെ ചോദ്യം നോക്കാം. എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭാ ദിനമായി ആചരിക്കപ്പെടുന്നത് എന്ന്? മെയ് 3, മാർച്ച് 10, ഒക്ടോബർ 24, സെപ്റ്റംബർ 18. 28ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഒക്ടോബർ 24. 29ാമത്തെ ചോദ്യം. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മീതെ വരുന്ന മാസം ഏത്? മെയ്, ജൂൺ, സെപ്റ്റംബർ, ജനുവരി. 29ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജൂൺ ആണ്. 30ാമത്തെ ചോദ്യം നോക്കാം. ആകാശത്ത് ധ്രുവ നക്ഷത്രം കാണുന്ന ദിക്കേത്? തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. 30ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വടക്ക് ദിക്കാണ്. 31ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്, ഇടുക്കി, തിരുവനന്തപുരം, തൃശ്ശൂർ. 31ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ പാലക്കാടാണ്. 32ാമത്തെ ചോദ്യം നോക്കാം. ദേശീയ വന മഹോത്സവത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കെ എം മുൻഷി, പി ആർ പിഷാരടി, സി കെ പിയൂഷ്, പി കൃഷ്ണമൂർത്തി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കെ എം മുൻഷിയാകണ്. 33ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ അഭ്ര നിക്ഷേപമുള്ള സ്ഥലമേത്? സൂററ്റ്, താരാപൂർ, ഹസരിബാഗ്, പാറ്റ്ന. ഓപ്ഷൻ സി ഹസരിബാഗാണ്. 34ാമത്തെ ചോദ്യം. ക്ഷേത്രശില്പങ്ങൾക്ക് പ്രശസ്തിയാർജിച്ച ഖജുരാഹോ ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ബീഹാർ. 34ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശാണ്. 35ാമത്തെ ചോദ്യം. ഇന്ത്യ അണുസ്ഫോടനം നടത്തിയ സ്ഥലം ഏത്? ഖരഗ്പൂർ, ബൊക്കാറോ, പൊക്രാൻ മരുഭൂമി, ധാർ മരുഭൂമി. 35ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം പൊക്രാൻ മരുഭൂമിയാണ്. 36ാമത്തെ ചോദ്യം.
കാശിയുടെ മറ്റൊരു പേര് എന്ത്? ഹിൽഗോത്രി, വാരണാസി, ഗയ, ശ്രീരംഗ. 36-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വാരണാസി ആകുന്നു. 37-ാമത്തെ ചോദ്യം നോക്കാം. 4 വശവും ഇറ്റലിയിൽ ചുറ്റപ്പെട്ട ഒരു സ്വതന്ത്ര രാജ്യം ഏത്? അബുദാബി, ഉക്രൈൻ, സ്വീഡൻ, വത്തിക്കാൻ. 34-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വത്തിക്കാനാണ്. 35-ാമത്തെ ചോദ്യം നോക്കാം. എത്ര തരത്തിലുള്ള ദ്വീപുകൾ കാണപ്പെടുന്നു? 8 തരം, 4 തരം, 3 തരം, 2 തരം. 38-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 4 തരമാണ്. 39-ാമത്തെ ചോദ്യം നോക്കാം. ബുദ്ധക്ഷേത്രങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഇറ്റലി, പാരീസ്, സ്വീഡൻ, മ്യാൻമാർ. 30-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മ്യാൻമാർ ആണ്. 40-ാമത്തെ ചോദ്യം നോക്കാം. ആദ്യമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന വർഗം ഏത്? കുരങ്ങുകൾ, മനുഷ്യർ, ജീവജാലങ്ങൾ, സസ്യങ്ങൾ. 40-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സസ്യങ്ങളാണ്. 41-ാമത്തെ ചോദ്യം. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ. ഇവയൊന്നുമല്ല. 41-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി നേപ്പാളാണ്. 42-ാമത്തെ ചോദ്യം നോക്കാം. ഭൂമിയിലെ കരപ്രദേശത്തിൻ്റെ 5-ൽ എത്ര ഭാഗം മരുഭൂമിയാണ്? 1 ഭാഗം, 2 ഭാഗം, അര ഭാഗം, 3 ഭാഗം. 42-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1. 43-ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായി കണക്കാക്കുന്നത്? മുല്ല, ചെമ്പരത്തി, താമര, കണിക്കൊന്ന. 43-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി താമരയാണ്. 44-ാമത്തെ ചോദ്യം നോക്കാം. എന്തു മുഖേന ഉണ്ടാകുന്ന രോഗമാണ് മുണ്ടിനീര്? ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. ഇവയൊന്നുമല്ല. 44-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി വൈറസ് ആണ്. 45-ാമത്തെ ചോദ്യം നോക്കാം. ഗിബർലിൻ എന്ന സസ്യ ഹോർമോൺ കണ്ടുപിടിച്ച വർഷമേത്? 1935, 1936, 1937, 1938. 45-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1935 ആണ്. 46-ാമത്തെ ചോദ്യം നോക്കാം. അയഡിൻ പ്രധാനമായും ലഭിക്കുന്ന മാർഗം ഏത്? കള്ളിമുൾച്ചെടി, ജലസസ്യം, കടൽപ്പായൽ. ഇവയൊന്നുമല്ല. 46-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി കടൽപ്പായലിൽ നിന്നാണ്. 47-ാമത്തെ ചോദ്യം നോക്കാം. നാളികേര ഉൽപ്പാദനത്തിൽ ഇന്ത്യ ലോകത്തിൽ എത്രാം സ്ഥാനത്ത് നിൽക്കുന്നു? 3-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 1-ാം സ്ഥാനം, 4-ാം സ്ഥാനം. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 48-ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന മലയാള മാസം ഏത്? വൃശ്ചികം, കർക്കിടകം, മേടം, ചിങ്ങം. 48-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ചിങ്ങമാണ്. 49-ാമത്തെ ചോദ്യം നോക്കാം. ഹോർത്തോസ് മലബാറിക്കസ് ഗ്രന്ഥഭാഷ ഏത്? റോമൻ, ഇംഗ്ലീഷ്, ഗ്രീസ്, ലാറ്റിൻ. 49-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ലാറ്റിൻ. അവസാനത്തെ ചോദ്യം നോക്കാം. വലിയ മുലയുള്ള സ്ത്രീകളുടെ പ്രത്യേകത എന്ത്? നിഷ്കളങ്കത, അഹങ്കാരികൾ, കാമക്കുറവ്, കാമം കൂടുതൽ. അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി കാമക്കൂടുതലാണ്.